വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ എന്താ അച്ഛാ ഇതൊക്കെയെന്നും പറഞ്ഞ് വിഷ്ണു ശാലിനിയും കൂടി ചെല്ലുകയാണ്. അന്നേരം പബ്ലിസിറ്റി വേണ്ടേടാ മക്കളെ, എന്നാലല്ലേ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് ആൾ വരൂ, അച്ഛനെ കൊണ്ടും ഇവനെ കൊണ്ടും ഒക്കെ ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം എന്നാലും അച്ഛാ ഈ മഞ്ഞൊക്കെ കൊണ്ട് എന്തിനാ വെറുതെ എന്നൊക്കെ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം ഈ രാഘവൻ നായർ ഒരുപാട് മഞ്ഞ് കൊണ്ട് തന്നെയാണ്, പിന്നെ ആ വീട്ടിൽ എന്തിനാണ് വെറുതെ ഇരുന്ന് ഭ്രാന്ത് എടുക്കുന്നത്, ഇത്രയൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു ആണെങ്കിൽ ആകെ അങ്ങ് വിഷമിച്ചിരിക്കുകയാണ്. അത് സന്തോഷം കൊണ്ട് തന്നെയാണ്. അന്നേരം ചെല്ല്, നിങ്ങൾ ചെല്ല്, പോയി റെസ്റ്റ് എടുക്കുക എന്നൊക്കെ രാഘവൻ നായർ പറയുകയാണ്. അന്നേരം എന്നാലും അച്ഛാന്നും പറഞ്ഞ് ശാലിനി നിൽക്കുമ്പോൾ ഒരു കുഴപ്പമില്ല ശാലിനി, മോള് ഇന്ദുമതി അമ്മയുടെ കൂടെ അല്ലേ, അവൾക്ക് ഉറങ്ങാൻ നേരമായി, ചെല്ലളിയാന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെയും ശാലിനിയും ഒക്കെ തള്ളി വിടുകയാണ്. തുടർന്ന് അവരങ്ങ് വണ്ടി കയറി പോകുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, പൊരുതി കയറട്ടെ എൻ്റെ മക്കൾ, എന്നാലേ അവർ ആ വീര്യം മനസ്സിലുണ്ടെങ്കിലേ ഒരു ഫാമയുടെ മുന്നിലെത്തുകയുള്ളൂ, എന്നാലേ ഞാൻ ജയിക്കൂ എന്ന് പറയുകയാണ്. തുടർന്ന് ബാക്കിയോട് ഒട്ടിക്കേണ്ട അച്ഛാന്ന് ചോദിച്ചിട്ട് അപ്പുറത്തേക്ക് ഒട്ടിക്ക്, ഇതാ നോട്ടീസ് പശ എന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായർ ഓരോന്നായിട്ട് എടുത്തു കൊടുക്കുന്നു. അർജുൻ ഓരോ പോസ്റ്റിലൊക്കെ ആയിട്ട് ആ നോട്ടീസൊക്കെ ഒട്ടിക്കുകയാണ്. തുടർന്ന് പിറ്റേന്ന് രാവിലെ കുടുംബശ്രീ വീട്ടിൽ ശാരികയ്ക്ക് ബോധം തെളിയുകയാണ്. ഉറക്കം ഉണരുന്ന കണ്ണ് തുറക്കുന്ന ശാരികയാണെങ്കിൽ നോക്കുമ്പോൾ ഫാനിക്ക് ഒരു മങ്ങിയ ഒരു രൂപം മാത്രം, ലൈറ്റും ഒക്കെ മങ്ങിയ രൂപം മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. തുടർന്ന് കണ്ണൊക്കെ തിരുങ്ങി ശാരിക എണീറ്റ് അമ്മയെന്ന് ഇടന്ന് വിളിക്കുകയാണ്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, ശ്യാമ അവൾ എഴുന്നേറ്റ് നോന്നു അങ്ങോട്ട് നോക്കാനായിട്ട്. അന്നേരം ഞാൻ നോക്കാമെന്നും പറഞ്ഞ് ശ്യാമ ജനലിൽ കൂടെ വന്നിട്ട് വലിയേച്ചിന്ന് വിളിക്കുകയാണ്. തുടർന്ന് ശാരികയാണെങ്കിൽ കട്ടിലിൽ നിന്നും പതിയെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് തറയിലേക്ക് വീഴുകയാണ്. പക്ഷേ പിന്നീട് ശ്യാമ ഓടി വന്ന് ശാരിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്, എന്താന്നും പറഞ്ഞ്. തുടർന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തുമ്പോഴും ശാരിയെ കണ്ണൊക്കെ എങ്ങ് തിരിയുകയും എല്ലാവരെയും കാണാനൊക്കെ ശ്രമിക്കുകയാണ്. പക്ഷേ ശാരികയ്ക്കാണെങ്കിൽ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിട്ടില്ല, ഒരു ചിന്നി ചിതറി എന്തോ രൂപം പോലെ മാത്രമേ എല്ലാം കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. അന്നേരം ശാരദാമ്മയെ ഓടി വരികയാണ്, എന്ത് പറ്റി മോളെ എന്നും പറഞ്ഞു. അന്നേരം കട്ടിലേക്ക് പിടിച്ചിരുത്തുമ്പോൾ ഇത് അമ്മയാണോ എന്നും പറഞ്ഞ് ഇങ്ങനെ ശാരദാമ്മയെ തലയിലൊക്കെ പിടിക്കുകയാണ് ശാരിക. അന്നേരം ശ്യാമയ്ക്ക് സംഗതി മനസ്സിലാവുകയാണ്. ശ്യാമ ചോദിക്കുന്നുണ്ട്, വല്യച്ചിക്ക് കാണാൻ പറ്റുന്നില്ലേ എന്ന്. അന്നേരം ഇല്ല, എല്ലാവരും ചിന്നി ചിതറിയ രൂപം പോലെ എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ശാരദാമ്മ അങ്ങ് അന്തം വിട്ട് കരയുകയാണ്. അന്നേരം ശാരദാമ്മ ഓർക്കുന്നുണ്ട് ഡോക്ടർ പറഞ്ഞ കാര്യം, ആന്തരിക അവയവങ്ങളെ ഏതിനെങ്കിലും ബാധിക്കും, അത് ഭയങ്കര പോയിസനാണ് അകത്ത് ചെന്നതെന്നൊക്കെ. അന്നേരം ശാരദാമ്മ അങ്ങ് കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ശാരിയെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ശ്യാമയിൽ നിന്നങ്ങ് കരയുന്നുണ്ട്. അന്നേരം എന്തിനാ അമ്മ എന്നെ രക്ഷിച്ചത്, എന്നെ അങ്ങ് മരിക്കാൻ വിട്ടുകൂടായിരുന്നോ, ഇങ്ങനെ ഞാനിനി എന്തിനാ ജീവിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. അന്നേരം മോൾ ഒന്നുകൂടി ശ്രമിച്ച് നോക്ക് എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം കണ്ണൊക്കെ ഇങ്ങനെ തിരുവിയിട്ട് അവരെ നോക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്തോ ഒരു രൂപം പോലെ മാത്രമേ അങ്ങനെ ശാരികയ്ക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. തുടർന്ന് അവർ 3 പേര് നിന്നങ്ങ് കരയുകയാണ്. ഒരു സങ്കടകരമായ സീൻ തന്നെയാണ്. ആ കാഴ്ച ശാരികയ്ക്ക് കാഴ്ച നഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ ശാരികയുടെയും ശ്യാമയുടെയും ശാരദാമ്മയുടെയും ഒക്കെ അവസ്ഥ കണ്ണീരണിഞ്ഞ ഒരു സീൻ തന്നെയാണ്. ഇതേസമയം ശാരദാസ് കഫേയിൽ വിഷ്ണു ശാലിനിയും കൂടി എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പുകയാണ്. ദോശയൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അന്നേരം വിഷ്ണു എല്ലാവർക്കും കൊടുക്കുമ്പോൾ ഒരു ദോശ കൂടി എന്ന് എല്ലാവരും ചോദിച്ചു വാങ്ങി കഴിക്കുകയാണ്. അന്നേരം വിഷ്ണുവിന് സന്തോഷമാവുകയാണ്. ശാലിനിയോട് പറയുന്നുണ്ട്, ശാലിനി ദോശ കൂടുതൽ ഉണ്ടാക്കിക്കോ, നമ്മുടെ ദോശ ക്ലിക്കായി എന്നാണ് തോന്നുന്നതെന്ന്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ശാരദാസ് കഫേയിൽ നിന്ന് മാറ്റി ദോശക്കടയിൽ നിന്ന് മാറ്റുമോ എന്തോന്ന്. അങ്ങനെ രണ്ടുപേരും അങ്ങനെ സന്തോഷമാണ്. കച്ചവടം ഇന്നലത്തേത് ആദ്യത്തെ ദിവസം മോശമായിരുന്നെങ്കിലും രണ്ടാമത്തെ ദിവസം തുടക്കം നല്ലതാണെന്ന് അറിഞ്ഞാൽ അവർ വളരെ സന്തോഷത്തിലാണ്. ഈ സമയത്താണ് അവരുടെ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് ആ റോഡിലൂടെ സത്യഭാമ വരുന്നത്. അന്നേരം വിഷ്ണു എല്ലാവർക്കും ഒക്കെ ഭക്ഷണം വിളമ്പുന്ന ദൂരെ തന്നെ സത്യഭാമ കാണുന്നുണ്ട്. തുടർന്ന് ഡ്രൈവറോട് വണ്ടി ഒതുക്കാൻ പറയുമ്പോൾ കുറച്ച് ബാക്കിലോട്ടായിട്ട് വണ്ടി ഒതുക്കുകയാണ്. അന്നേരം അത് വിഷ്ണു എല്ലാവർക്കും ഒക്കെ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ കാണുമ്പോൾ സത്യഭാമയ്ക്ക് ആകെ വിഷമം തോന്നുകയാണ്. ശാലിനിയാണെങ്കിൽ ദോശ ഇടുന്നു, വിഷ്ണു ഓരോരുത്തർക്കായിട്ട് കൊടുക്കുന്നു. അതൊക്കെ കാണുമ്പോൾ അന്നേരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ചോദിക്കുന്നുണ്ട്, ഇതെന്താ സ്പെഷ്യൽ ദോശ, ഈ ദോശയുടെ പേരെന്താ ചോദിക്കുകയാണ്. ഒരു നിമിഷം ആലോചിക്കുന്ന വിഷ്ണു മൈസൂർ ദോശ എന്ന് പെട്ടെന്ന് വായി തോന്നിയതങ്ങ് പറയുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ അന്തം വിട്ട് നോക്കിയാണ്. അന്നേരം ആ കഴിച്ചുകൊണ്ടിരുന്ന അയാൾ പറയുന്നുണ്ട്, അതെ ഞാൻ പറഞ്ഞില്ലേ ഇതിലെന്തോ സ്പെഷ്യലുണ്ട്, വെറ്റ് ഞാൻ വെച്ചാൽ മതിയായിരുന്നു, കാശ് എനിക്ക് കിട്ടുമായിരുന്നു എന്നൊക്കെ അടുത്തിരുന്ന ആളിനോട് പറയുന്നുണ്ട്. ഈ സമയത്താണ് വേറൊരാൾ ഭക്ഷണം കഴിക്കാനായിട്ട് വരികയാണ്. അയാൾ ബുള്ളറ്റിൽ വന്ന ശേഷം വണ്ടി ഒതുക്കി അയാളുടെ ഭാവം കണ്ടാൽ തന്നെ എന്തോ ഒരു ക്രൂരമായ മുഖം. വന്ന ശേഷം ഇങ്ങനെ ചുറ്റുമൊക്കെ നോക്കിയിട്ട് ഇവിടെ ഇരിക്കാൻ കസേരയൊന്നും ഇല്ലേടാ എന്ന് ചോദിക്കുകയാണ്. വിഷ്ണുവിനോടാണ് ചോദ്യം. തുടർന്ന് വിഷ്ണു ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് അപ്പുറത്തെ ടേബിളിൽ ഇരുന്ന കസേര എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അന്നേരം ഇത് ഇവിടെ കൊണ്ടുവരണ്ടേ ആൾക്കാർക്ക് ഇരിക്കാൻ, അല്ലാതെ നീ കോയമ്പത്തൂരോട്ട് കൊണ്ടിട്ടാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ചോദിക്കുകയാണ്. വിഷ്ണുവിന് ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ വിഷ്ണു മിണ്ടാതെ നിൽക്കുകയാണ്. തുടർന്ന് നിൻ്റെ ഒരു സ്പെഷ്യൽ ദോശ എനിക്കിവിടെ ഒരു പ്ലേറ്റ് ഇടുമെന്ന് പറയുകയാണ്. തുടർന്ന് വിഷ്ണു ആദ്യമൊന്നും കാര്യമാക്കുന്നില്ല. വിഷ്ണു അങ്ങ് ശാലിനിയുടെ അടുത്തേക്ക് ദോശ എടുക്കാൻ പോകുമ്പോൾ ശാലിനി ചോദിക്കുകയാണ്, എന്താ വിഷ്ണു ഏട്ടാ മൈസൂർ ദോശ എന്നൊക്കെ പറയുന്നത്. അന്നേരം ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ കച്ചവടം ക്ലിക്കാകുകയുള്ളൂ. ഈ ഷാർജ എന്നൊക്കെ പറയുന്നത് ഷാർജയിൽ ഉണ്ടാക്കുന്നതാണെന്നാണോ ഇയാൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത്, അവർ ഈ ഇതൊന്നും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല എന്ന് പറയുകയാണ്.
അന്നേരം ശാലിനി പറയുകയാണ്, എങ്കിൽ പിന്നെ നമ്മുടെയൊക്കെ അറിയാവുന്ന ഒരു പേരിട്ടാൽ പോരായിരുന്നോ, തൃപ്പൂണിത്തറ ദോശയെന്നോ തിരുവനന്തപുരം ദോശയെന്നോ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതൊന്നും ക്ലിക്കാവില്ല, ഇതാണ് നല്ലത്, കച്ചവടം ഞാൻ പിടിക്കും എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദോശ എടുക്കുമെന്നും പറഞ്ഞ് ആ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്ന ആളങ്ങ് ബഹളം കൂട്ടുകയാണ്. തുടർന്ന് വിഷ്ണു ദോശ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അയാൾ അന്നേരവും പരിസരവും എല്ലായിടവും അങ്ങ് നിരീക്ഷിക്കുകയാണ്. അതിനുശേഷം വേറൊരാൾ ദോശ കൊടുക്കുമ്പോൾ വിഷ്ണു അങ്ങോട്ടത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് ഈ വന്ന കക്ഷി ആദ്യം ഒരു കഷ്ണം എടുത്ത് വായിൽ വെച്ചിട്ട് എന്നും പറഞ്ഞ് അത് പെട്ടെന്നങ്ങ് തുപ്പുകയാണ്. എന്നിട്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ദോശയിൽ എന്താ ടാറും മെറ്റിലും ഒക്കെ അരച്ചാണോ ഉണ്ടാക്കുന്നതെന്ന്. അന്നേരം എന്താ സാറേ പ്രശ്നമെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ, 1/2 ഇഞ്ച് വലിപ്പത്തിലൊരു കല്ല്, ഇത് കടിച്ചിട്ട് എൻ്റെ പല്ല് പോയെന്നാണ് തോന്നുന്നത്, എൻ്റെ പല്ല് ആദ്യം കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യട്ടെ എന്ന് അയാൾ പറയുകയാണ്. തുടർന്ന് എല്ലാവരും ശ്രദ്ധിക്കുമ്പോൾ ശാലിനി പറയുകയാണെങ്കിൽ, ഇല്ല അങ്ങനെയൊന്നും സംഭവിക്കില്ല, നല്ലപോലെ മാവും ഉഴുന്നും ഒക്കെ അരച്ച് ഭദ്രമായിട്ട് അടച്ചു വെച്ചതാണ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ, പിന്നെ കല്ല് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ, നീ എന്തോന്ന് ഒലത്തിയ ന്യായമായിട്ട് പറയുന്നത് എന്നും പറഞ്ഞ് കസേരയൊക്കെ എടുത്തങ്ങ് ദൂരേക്ക് എറിയുകയാണ്. അന്നേരം വിഷ്ണു സാറ് ഒരു അബദ്ധം പറ്റിയതാണ് എന്നിങ്ങനെ വിഷ്ണു സ്വയം നിയന്ത്രിക്കുകയാണ്. വിഷ്ണു അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കല്ലെന്ന് പറയുമ്പോൾ നിൻ്റെ ഭാര്യ എന്തോ ഒരു ഒലത്തിയ ന്യായം പറഞ്ഞല്ലോ, ഇപ്പോൾ നീ അബദ്ധമാണെന്ന് പറയുന്നോ, ഞാൻ ഇത് കടയ്ക്കെതിരെ കേസ് കൊടുക്കും, മുനിസിപ്പാലിറ്റിയിലും ഫുഡ് ആൻഡ് സേഫ്റ്റിയിലും എല്ലായിടത്തും ഞാൻ പരാതി കൊടുക്കും, പിന്നെ നീയൊന്നും ഇവിടെ കച്ചവടം നടത്തണ്ട, ഈ തല്ലിപ്പൊളി കട പൊളിക്കാനായിട്ട് ഈ നാട്ടുകാർ വിചാരിച്ചാൽ മതി, ആരും ഇവിടെ ഭക്ഷണം കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അയാളങ്ങ് വരട്ടുകയാണ്. അന്നേരം വിഷ്ണുവും ശാലിനിയും ഒക്കെ ഇതെല്ലൊന്ന് പരിഭ്രമിച്ച് നിൽക്കുമ്പോൾ സത്യഭാമ ഇതൊക്കെ കാറിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭാമയ്ക്ക് അങ്ങ് ആകെ വിഷമമാകുകയാണ്. അതിനുശേഷം ഭാമ ആലോചിക്കുന്നുണ്ട്, എൻ്റെ മകൻ വിഷ്ണുവാണ് വരുന്നത് എന്നിങ്ങനെ ആൾക്കാരോടൊക്കെ പറഞ്ഞതും വിഷ്ണു ഇങ്ങനെ കയ്യടിയോടുകൂടി വരുന്ന സീനൊക്കെ ഭാമ ഇങ്ങനെ മനസ്സിലാലോചിക്കുമ്പോൾ ഭാമയ്ക്ക് ആകെ അങ്ങ് വിഷമം തോന്നുകയാണ്. അന്നേരം അയാളങ്ങ് ബഹളം ഉണ്ടാക്കിയാണ്, ഞാൻ പോലീസിൽ പരാതി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ്. അന്നേരം സാറ് ഞാൻ പറയുന്നൊന്ന് കേൾക്കണം, സാർ ബഹളം ഉണ്ടാക്കരുത് എന്നിങ്ങനെ വിഷ്ണു ഇങ്ങനെ തൊഴുതു പറയും പോലെ പറയുകയാണ്. അന്നേരം അതൊന്നും ഞാൻ കേൾക്കില്ലടാ, ഇങ്ങോട്ട് വടാന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുകയാണ് പെട്ടെന്ന്. ഈ സമയത്ത് കമലനും വിജിലയും കൂടി വരുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുന്ന സീനൊക്കെ കാണുമ്പോൾ ഭാമയ്ക്ക് ആകെ അങ്ങ് വിഷമമായിട്ട് ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറഞ്ഞ് ആ സീൻ തീരുമ്പോഴേക്കും ഭാമ അങ്ങ് പോവുകയാണ്. അതേസമയം വിഷ്ണുവിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുന്ന കണ്ടിട്ട് ദേഷ്യത്തോടുകൂടി കമല ഇങ്ങോട്ട് വന്നിട്ട് വിടറാന്നും പറഞ്ഞിട്ട് അയാളെ പിടിച്ചങ്ങ് മാറ്റുകയാണ്. അന്നേരം വിഷ്ണു പറയണ്ട പ്രശ്നം ഉണ്ടാക്കല്ലെന്ന് പറയുമ്പോൾ, പിന്നെ പ്രശ്നം ഉണ്ടാക്കാതെ ഇവൻ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ, നിനക്കറിയുമോ ഇയാളെ ചോദിക്കുന്നുണ്ട്. അന്നേരം കമലം പറയുകയാണ്, എനിക്ക് പിന്നെ അറിയാതെ തൊട്ടപ്പുറത്തെ തൃപ്തി ഹോട്ടലിലെ ഓണറാണ് എന്ന് പറയുകയാണ്. അന്നേരം അയാൾക്ക് കാര്യം മനസ്സിലാവുകയാണ്. കമലൻ അയാളെ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാകുമ്പോൾ, ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഇനി ഇങ്ങനെ ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നു എന്നും പറഞ്ഞ് പോകാൻ തുടങ്ങുകയാണ്. അന്നേരവും വിഷ്ണുവിന് കാര്യം പിടികിട്ടുകയാണ്, ഇയാൾ മനഃപൂർവ്വം എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണെന്ന്. അന്നേരം വിഷ്ണു പറയുകയാണ്, എന്നാലും സാറ് അവിടെ ഒന്ന് നിന്നേ എന്ന് പറയുമ്പോൾ, എനിക്ക് സമയമില്ല എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ തൊഴുതു പറഞ്ഞിട്ടും എന്നോട് കത്തി കയറാനും പിന്നെ പോലീസ് സ്റ്റേഷനിലും ഫുഡ് ആൻഡ് സേഫ്റ്റിയിലും ഒക്കെ പരാതി കൊടുക്കാൻ പോകാനും ഒക്കെ സാറിന് സമയം ഉണ്ടാവുമല്ലോ, അപ്പോൾ എനിക്ക് വേണ്ടി ഒരല്പം സമയം സാറ് മാറ്റി വെക്കണമെന്നും പറഞ്ഞ് വിഷ്ണു അങ്ങ് തൻ്റെ ഇടത്തോടു കൂടി ചെല്ലുകയാണ്. അന്നേരം അയാളങ്ങ് പരിഭ്രമിക്കുകയാണ്. അതെന്നും പറഞ്ഞ് തപ്പി അയാൾ നിൽക്കുന്നുണ്ട്. എൻ്റെ കട കത്തിക്കണമെന്നോ ഫുഡ് ആൻഡ് സേഫ്റ്റി പോകണമെന്നോ ഒക്കെ സാറ് പറഞ്ഞില്ലേ, അപ്പോൾ പിന്നെ ഇത്തിരി സമയം ആകാമെന്ന് പറയുമ്പോൾ കമലിനങ്ങ് ചൂടാവുകയാണ്. ഇവ അങ്ങനെ പറഞ്ഞോ എന്നും പറഞ്ഞ് കമലെ അടിക്കാൻ പോകുമ്പോൾ, മിണ്ടാതിരിക്കടാ സാറ് സംസാരിക്കുന്ന കേട്ടില്ലേ എന്ന് ഇങ്ങനെ പറയുകയാണ്. അന്നേരം അത് എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാണ്, ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ അയാൾ പറയുമ്പോൾ, കയ്യബദ്ധം പറ്റിയോ, എന്നാലും അതിന് ചെറിയൊരു ശിക്ഷ ഞാൻ തരണ്ടേ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ അടി കൊടുക്കുകയാണ്. കമലം നോക്കി ഒന്ന് കൊടുക്കുകയാണ്. അന്നേരം കമലിനങ്ങ് സന്തോഷമാകുന്നുണ്ട്. ഒന്നുകൂടി കൊടുക്കുന്നൊക്കെ കമലം പറയുകയാണ്. തുടർന്ന് കമലം പറയുന്നുണ്ട്, ഇവൻ ഒറ്റ ഒരുത്തം കാരണമാണ് ഷാജഹാൻ്റെ കടയിലെ കച്ചവടം കുറയാനും കച്ചവടം പൂട്ടിപ്പോകാനും ഒക്കെ കാരണമെന്ന് പറയുമ്പോൾ വിഷ്ണുവിനെ അരിശം കയറുകയാണ്. അത്രയ്ക്കായോ, അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് അയാളെ ഇങ്ങോട്ട് പിടിച്ചു നിർത്തി കുനിച്ച് നിർത്തി ഇടിക്കുകയാണ്. ശാലിനി ആണെങ്കിൽ വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വിഷ്ണു നല്ലോണം ശരിക്കും പെരുമാറുന്നുണ്ട്. അന്നേരം അയാൾ വീണ്ടും എഴുന്നേറ്റ ശേഷം അയാൾ പറയുന്നുണ്ട്, ഇല്ല ഇനി ഞാൻ ഇങ്ങനെ ഹോട്ടലിലേക്ക് വരില്ല, ഈ ഏരിയയിലേക്ക് വരില്ല, ഞാൻ വേണമെങ്കിൽ എൻ്റെ കട പൂട്ടി പൊയ്ക്കോളാം എന്നുവരെ പറയുകയാണ്. അന്നേരം പറയുകയാണ്, വിഷ്ണുവിനുള്ളത് വിഷ്ണുവിന്, ബാബുവിനുള്ളത് ബാബുവിന് എന്ന് പറഞ്ഞിട്ട് അയാളുടെ ബാബു എന്നാണെന്ന് തോന്നുന്നു അയാളുടെ പേര്, കൈ ഇങ്ങോട്ട് പിടിച്ച് നന്നായിട്ട് തിരിക്കുകയാണ്. അയാൾ വേദന കൊണ്ടങ്ങ് പുളഞ്ഞിങ്ങനെ തല വരെ തറയിലെത്താറായി നിൽക്കുമ്പോൾ, മതിയോ സാറേ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം അതേ പൊസിഷനിൽ നിന്നുകൊണ്ട് കമലും ചോദിക്കുന്നുണ്ട്, തൃപ്തിയായോ സാറേ എന്ന്. അതിനുശേഷം വിഷ്ണു അങ്ങ് കൈവിടുകയാണ്. എന്നിട്ട് ഇങ്ങനെ പിടിച്ച് തള്ളുന്നുണ്ട് വിഷ്ണു അയാളെ. അന്നേരം പെട്ടെന്ന് ജീവൻ കിട്ടിയ ഭാഗ്യത്തോടു കൂടി അയാൾ പെട്ടെന്ന് വണ്ടിയെടുത്ത് പോവുകയാണ് അവിടെ നിന്ന്.
തുടർന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇരിക്കിരിക്കുക നിങ്ങളിരിക്കുക ഇനി പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പറയുകയാണ്. തുടർന്ന് കമലം വിഷ്ണുവിനോട് പറയുകയാണ്, ആശാനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ എന്താടാന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മയുടെ വീട്ടിൽ എന്ന് പറഞ്ഞിട്ട് ആ സംഭവങ്ങളൊക്കെ കമലം വിഷ്ണുവിനോട് പറയുകയാണ്. അന്നേരം ശാലിനിക്ക് ശാലിനി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പറയുന്നതായിട്ട് കാണിക്കുന്നില്ല, വിഷ്ണുവും കമലിനും കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതേ കാണിക്കുന്നുള്ളൂ. തുടർന്ന് വിഷ്ണുവും ശാലിനിയും കൂടി കമലൻ്റെ ബൈക്കിൽ കുടുംബശ്രീ വീട്ടിലേക്ക് എത്തുകയാണ്. കരഞ്ഞുകൊണ്ട് ശാലിനിയാണെങ്കിൽ ഓടി അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. മുറ്റത്ത് കുറുപ്പ് സാറും ശങ്കരേട്ടനും രാജയും ശാന്തയും ഒക്കെ ഉണ്ട്. അവർ ശാരികയുടെ കാഴ്ച പോയതിനെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് വിഷ്ണു കുറുപ്പ് സാറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ശാരദാമ്മയുടെ ഒരു തലവിധി, കണ്ണീരിനാണെങ്കിൽ ഒരു തോർച്ചയുമില്ല, ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിലെന്ന് പറഞ്ഞ് കുറുപ്പ് സാർ സംസാരിക്കുന്നുണ്ട്. അന്നേരം ഞാനൊന്നും കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് വിഷ്ണു അകത്തേക്ക് എറിയുകയാണ്. തുടർന്ന് ശാലിനി ആണെങ്കിൽ ശാരികയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ശ്യാമ അടുത്തിരിപ്പുണ്ട്. ശാരികയുടെ കണ്ണിൽ മരുന്ന് വെച്ച ശേഷം പഞ്ഞി കൊണ്ട് ഇങ്ങനെ 2 കണ്ണും മറച്ചു വെച്ചിരിക്കുകയാണ്. നേരം ഓടിച്ചെന്ന് ചേച്ചി എന്നും പറഞ്ഞ് വിളിക്കാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ മിണ്ടരുത് എന്നും പറഞ്ഞ് ശ്യാമ കാണിക്കുകയാണ് വിരൽ കൊണ്ട്. മരുന്ന് വെച്ച് ഇപ്പം അങ്ങോട്ട് മയങ്ങിയതേ ഉള്ളൂ, പിന്നെ ഉണർന്നു കഴിഞ്ഞാൽ കണ്ണീരും സങ്കടവും ഒക്കെ തന്നെ പരാതി പറച്ചിലൊക്കെ തന്നെയാണ്, ഉറങ്ങിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ശാരിയുടെ അവസ്ഥ കണ്ടിട്ട് ശാലിനിക്കാണെങ്കിൽ ആകെ സങ്കടം, ഷാള് കൊണ്ടിങ്ങനെ വാപൊത്തി ശാലിനി അങ്ങ് കരയുകയാണ്. തുടർന്ന് അത് കാണുമ്പോൾ വിഷ്ണുവിന് സങ്കടം വരുന്നുണ്ട്. വിഷ്ണു പറയുന്നുണ്ട്, എടോ ഇയാൾ ഇങ്ങനെ കരഞ്ഞു വെള്ളം ഉണ്ടാക്കി ശാരികയെ ഉണർത്താതെ ഉറങ്ങിക്കോട്ടെ എന്ന് പറയുകയാണ്. അതിനുശേഷം അമ്മ എവിടെയും ചോദിക്കുമ്പോൾ തളത്തിലുണ്ടെന്ന് ശാലിനിയോട് ശ്യാമ പറഞ്ഞിട്ട് ശാരദാമ്മയെ കാണാനായിട്ട് ശാലിനി അങ്ങ് കരഞ്ഞുകൊണ്ട് ശാരദാമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. തുടർന്ന് വിഷ്ണു അങ്ങ് ശ്യാമയും നോക്കുന്നുണ്ട്, ശാരികയും നോക്കുന്നുണ്ട്. ആകെ സങ്കടമായ വിഷ്ണുവിന് ഒന്നും പറയാനില്ല. എന്നിട്ട് അവർ ആ മുറിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.